മോനെ ദാമു. മോനെന്നോ? നിങ്ങൾക്കെന്താ വട്ടായോ? അതെന്താ, നിന്നെ ഞാൻ മോനേന്ന് വിളിക്കാറുണ്ടല്ലോ. വിളിക്കാറുണ്ട്, പക്ഷേ മോനേന്ന് മാത്രമായി ഇതാദ്യമാ. കാര്യം നീ ഭൂലോക തരികിടയാണെങ്കിലും എന്റെ ഒരേ ഒരു അനിയനല്ലേ. എന്തിനുള്ള പുറപ്പാടാണാവോ? കാശ് വല്ലവും വേണമെങ്കിൽ വേറെ പണി നോക്ക്. ഞാൻ അല്പം ടൈറ്റിലാണ്. കാശ് വേണേ ഞാൻ അങ്ങോട്ട് തരാം. എനിക്ക് നിന്റെ ഒരു സഹായം വേണം. എന്ത് സഹായം? ആ കള്ളന്റെ വീട് എവിടെയാന്ന് ചോദിക്കാനും മറന്നല്ലോ. ഇനി എവിടെയാന്ന് വെച്ചാ ഒന്ന് അന്വേഷിക്കുന്നത്. അലവലാതി, നീ പോയില്ലേ? നിന്റെ ഓഞ്ഞ പാമ്പിനെ കണ്ട് പേടിക്കാൻ ഞാൻ ഭീരുവല്ല. എന്നിട്ട് പേടിച്ച് മുങ്ങിയതോ? അത് പക്ഷേ എനിക്ക് പാമ്പുകളെ കാണുന്നതേ അലർജിയാ, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല. അതെ അതെ, എങ്കിൽ അവനെ ഒന്നുകൂടെ വിളിക്കട്ടെ. നീ വിളിക്കടാ. എടാ പൊട്ടൻ കാക്കേ, അത് ഡ്യൂപ്ലിക്കേറ്റ് പാമ്പാണെന്ന് എനിക്കറിയാം. അതെങ്ങനെ ഇവന് മനസ്സിലായി? അവനെ എനിക്കിനി എളുപ്പത്തിൽ വകവരുത്താനാവും. ഞങ്ങൾ ഇന്നലെ ഒന്ന് പരിചയപ്പെട്ടിരുന്നു. വഴിതെറ്റി വന്നതാണെന്നും മോഷണത്തിൽ എന്നെ സഹായിക്കാമെന്നും ഇന്നലെ പറഞ്ഞു. ഓഹോ, എങ്കിൽ അവനോട് സ്നേഹം നടിച്ച് ഒരെട്ടിന്റെ പണി കൊടുത്ത് ഇവിടെന്ന് നാട് കടത്തണം. മനസ്സിലായോ? ഇനി മേലിൽ ഈ മേച്ചേലിക്കുന്നിന്റെ പരിസരത്ത് അവനെ കണ്ടുപോകരുത്. സംഭവമൊക്കെ കൊള്ളാം, പക്ഷേ ഇതൊക്കെ ചെയ്തിട്ട് എനിക്കെന്ത് ഗുണം? നിനക്കു ഞാൻ 2 മുട്ട ബുൾസായി ഉണ്ടാക്കിത്തരാം. മുട്ട ബുൾസായി താങ്കൾ തന്നെ വിഴുങ്ങിയാ മതി. ആണുങ്ങളായ വാക്കിന് വില വേണം. എന്ത് പണിയാത്താൻ കാണിച്ചത്? ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വിചാരിച്ച ഡയലോഗല്ലേ? ഞാൻ എത്ര സമയം നിന്നെ വെയിറ്റ് ചെയ്തു. വെറുതെ എന്റെ വിലപ്പെട്ട സമയം കളഞ്ഞത് മെച്ചം. ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. അത് പോട്ടെ. പിന്നെ എന്താണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ചേട്ടൻ ഈ ഗ്രാമത്തിലുള്ള ഒരു വേലുവിനെ അറിയോ? അതാരാ? കണ്ടാൽ എങ്ങനെ ഇരിക്കും? കണ്ടാൽ ചേട്ടന്റെ അത്രയില്ലെങ്കിലും ഒരു ഓഞ്ഞ ലുക്കാണ്. അപ്പൊ നീ ഇന്നലെ ഞാൻ സുന്ദരനാണെന്ന് പറഞ്ഞതോ? അതൊരു തമാശ പറഞ്ഞതല്ലേ. എടാ കുറുക്കന്റെ മോനെ, നീ മേച്ചേരിക്കുന്നിൽ വന്നിട്ട് കളിയാക്കുന്നോടാ. അതും മാന്യമായ ജോലി ചെയ്തോണ്ടിരിക്കുന്ന എന്നെ. ചേട്ടൻ നല്ല ഒന്നാം തരം കള്ളനാണെന്നല്ലേ പറഞ്ഞത്? അതിന് ആ വേലുവിന്റെ വീട്ടിൽ നിന്നും മുഴുത്ത 2 കോഴികളെ മോഷ്ടിച്ചു തരുമോ? ഇത്രയുള്ളൂ നിന്റെ ആഗ്രഹം? ഇതൊക്കെ ചീള് കേസല്ലേ. നീ ഒരു കാര്യം ചെയ്, കോഴിയെ വേവിക്കാനുള്ള ചട്ടി റെഡിയാക്കി വെച്ചോ. എന്നിട്ട് വൈകുന്നേരം വടക്കേ പറമ്പിനറ്റത്തേക്ക് വാ. വരുമ്പോൾ ചട്ടി എടുക്കണോ? ചട്ടിയെ വെറുതെ വിട്ടേക്ക്, നീ മാത്രം വന്നാ മതി. എടാ ദാമു, നിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് എനിക്കറിയാം. വല്ല ഓടംകൊല്ലി പ്ലാനും ആണോ? എന്നെയൊന്ന് വിശ്വസിക്കടേ. ആ കുറുക്കനെ എന്നേക്കുമായി നമ്മുടെ നാട്ടിൽ നിന്നും തുരത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി. ശരി ശരി. ഇവിടെ വരാനല്ലേ ആ കള്ളൻ ദാമു പറഞ്ഞത്? ഹലോ, എവിടെ കോഴികൾ? എവിടെ? തിരക്ക് കൂട്ടല്ലേ മോനെ ദിനേശ. വെറും വാക്ക് പറയുന്നവനല്ല ഈ ദാമു. ഡയലോഗൊക്കെ കൊള്ളാം, പക്ഷേ കോഴികൾ ഇവിടെ? നിനക്ക് എത്ര കോഴികളെ വേണം? 2 കോഴികളെ കിട്ടിയാൽ നന്നായിരുന്നു. കമോൺ മിസ്റ്റർ ആൻഡ് മിസ്സിസ് കോഴി. ആഹാ, ഇത് കൊള്ളാലോ. ഹലോ കുറുക്കൻ മച്ചാനെ, താൻ ഞങ്ങളെയും കൊണ്ടേ പോകൂ അല്ലേ? അതെ, പോരുന്നോ എന്റെ കൂടെ? എവിടേക്ക്? എന്റെ കാട്ടിലേക്ക്. ഇവരെ ഇതുവരെ ഞാനല്ലേ എത്തിച്ചത്. ഇനി അങ്ങോട്ടും ഞാൻ പറയുന്നത് കേട്ടാൽ മതി. മനസ്സിലായോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ കണ്ണടച്ചു നിൽക്ക്. ഈ 2 കോഴികളെയും സമ്മാനമായി ഞാൻ നിനക്ക് നൽകിയതിനു ശേഷം കണ്ണു തുറന്നാ മതി. ഏറ്റവും എന്റെ തല പോയേ. എടാ ഉടങ്കൊല്ലി കുറുക്ക, എന്റെ ഒരേ ഒരു ചേട്ടനാടാ വേലു. ഇനി മേലിൽ ഞങ്ങളുടെ കോഴികളെ ലക്ഷ്യം വെച്ച് ഈ നാടിന്റെ പരിസരത്ത് കണ്ടുപോകരുത്. പോ ബ്ലഡി ഫൂൾ. കിട്ടിയത് മതിയായെങ്കിൽ വേഗം സ്ഥലം കാലിയാക്ക്. ആശക്കോട്ടുത്താലും ദാമു ആശക്കോട്ടു കാമോ.